ഇന്ന് വൈകുന്നേരം കഴക്കൂട്ട് സ്വിഗ്ഗി ഓടി എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. ആദ്യത്തെ ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. കൊതി റെസ്റ്റോറൻ്റ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. ഇതിപ്പോൾ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് നോക്കാം. അതിപ്പോൾ നമ്മളവിടെ നിൽക്കുന്നിടത്തു നിന്നൊരു 4.5 കിലോമീറ്റർ ഉണ്ട്. 4.5 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ചെല്ലാം. ഇപ്പം റെസ്റ്റോറൻറ്റ് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഫുഡ് നമുക്കിവിടെ പിക്കപ്പ് ചെയ്യാം. ഫുഡ് റെഡിയാണ് കാണിച്ചിരിക്കുന്നത്. പിക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആർ യു ഷുവർ? സെൽഫി ചോദിക്കുന്നുണ്ട്. സെൽഫി സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ സെൽഫി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കെന്തായാലും സെൽഫി നമുക്ക് എടുക്കാം. നെറ്റ്വർക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സെൽഫി കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് മാറുകയും ചെയ്യും. എന്തായാലും അത് ലോഡിംഗ് ആണ്. നെറ്റ്വർക്ക് വളരെ കുറവായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് പിക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ അറിയിച്ച് കൊടുക്കുകയാണ്. ഇത് VSSC ഹൗസിംഗ് കോളനിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റ്. ഫസ്റ്റ് ഓർഡറിൽ തന്നെ നമുക്കൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 50 രൂപ ടിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഓർഡർ തന്നെ. ഇതിനകത്ത് ഓർഡറിനകത്ത് തന്നെ ഒരു 10 രൂപ ടിപ്പ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 60 രൂപ ടിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഏണിങ്സ് 60 10 രൂപ ഓൺലൈൻ ടിപ്പാണ്. അല്ലാതെ കയ്യിൽ 50 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഓർഡർ വരെ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം റീഫ്രഷ് ചെയ്യാം. നമുക്കിനിയിപ്പോൾ ഒന്ന് വേറൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതിന് ഓർഡർ അടിക്കാം. അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 85 ഓർഡറാണ്. 53 രൂപ റിട്ടേൺ ഉണ്ട്. പക്ഷേ നല്ല ദൂരമുണ്ട് കേട്ടോ. പോത്തൻകോട് സൈഡാണ്. ഞാനത് റിജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഉണ്ടായതുകൊണ്ടേ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 14 കിലോമീറ്റർ ഉണ്ട്. പോയിട്ട് അതേപോലെ തിരിച്ചും വരേണ്ടി വരും. അതുകൊണ്ട് അത് നമ്മൾ റിജക്റ്റ് ചെയ്ത് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 25 ഓർഡർ മൾട്ടിയാണ്. 12 ഓർഡറോടെ അടിച്ചിട്ടുണ്ട്. വയലോരം റെസ്റ്റോറൻ്റാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ലൊക്കേഷനിലോട്ട് ചെല്ലാം. ഇവിടെ നിന്നൊരു 1.3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് പോകേണ്ടത് രണ്ടും മൾട്ടി ഓർഡറാണ്. രണ്ടും അടുത്തടുത്ത ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഫുഡ് റെഡിയാണ് ഓൾറെഡി. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ ചെന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഡെലിവറി മാർക്ക് ചെയ്യാൻ പോവാണ്. എല്ലാം കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. മൾട്ടിപ്പിൾ ഓർഡർ ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമുക്ക് ഡെലിവറി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടിരിക്കും കേട്ടോ. ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓർഡർ ഡെലിവറി 13 രൂപ, വെറും 13 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത്ര ഓടി വന്നിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓർഡറൂടെ മൾട്ടിപ്പിൾ ആയിരുന്നല്ലോ. അപ്പോൾ അടുത്തേം കൂടെ നമുക്ക് റീച്ച് കൊടുക്കാം. തൊട്ടടുത്ത് തന്നെയാണ്. 300 മീറ്റർ 200 മീറ്റർ വ്യത്യാസമുള്ളൂ. അതും ഡെലിവറി നമുക്ക് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് കസ്റ്റമറിനൊന്ന് വിളിക്കാം. കസ്റ്റമറെ വിളിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഡെലിവറി ചെയ്യുകയാണ്. ഡെലിവറി മാർക്ക് ചെയ്യുകയാണ്. സെക്കൻഡ് ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. 25 രൂപയാണ് അത് കിട്ടുന്നത്. അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ പോവാണ്. സംസം റെസ്റ്റോറൻറ്റാണ് അടുത്ത് കാണിക്കുന്നത്. നമ്മളിവിടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റിഫ്രഷ് ചെയ്തിരിക്കുന്നത്. ഇതിലായിട്ട് 98 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചണിലോട്ടാണ്. 25 രൂപയുടെ ഓർഡറാണ് കേട്ടോ. ഇവിടുന്ന് ഇമ്പീരിയൽ കിച്ചണിലോട്ട് ഒരു 1.8 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. നമുക്കിപ്പോൾ അടുത്ത് നമ്മുടെ ലൊക്കേഷനിലോട്ട് നമുക്ക് പോകാം. ഇമ്പീരിയൽ കിച്ചണാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 3 കിലോമീറ്റർ അറൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഫുഡ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. റെഡി ഫോർ പിക്കപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കസ്റ്റമറിനെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചിട്ട് കസ്റ്റമർക്കും തന്നെ പുറത്ത് വരുന്നതായിരിക്കും. കറക്റ്റ് ലൊക്കേഷനാണ്. ഡെലിവറി അങ്ങനെ ആ ഒരു ഓർഡറും കൂടെ നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പം അറിയാൻ പറ്റും നമുക്ക് എത്ര എമൗണ്ടാണ് നമുക്കിപ്പം ക്രെഡിറ്റ് ആവുന്നതെന്നുള്ളത്. 26 രൂപയാണ്. അങ്ങനെ രണ്ടും കൂടെ ഒരു ഏകദേശം എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാവും. മൾട്ടി ഓർഡറിന് അത്ര വലിയ പൈസയൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇത് കുറച്ച് അടുത്തൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ 124 രൂപ ആയിട്ടുണ്ട് 4 ഓർഡർ. നെക്സ്റ്റ് ഓർഡർ KFC അടിച്ചിട്ടുണ്ട് 28 രൂപ. അടുത്ത ഓർഡർ മൾട്ടിപ്പിളാണ് 32 രൂപ കൂടെ ഉണ്ട്.
നമുക്കിനി KFCയിലോട്ട് ചെല്ലാം. അവിടെ വെയിറ്റിംഗ് കൂടുതൽ കാണുന്നതാണ് സാധാരണയായിട്ട്. അവിടെ ഫുഡ് റെഡിയെന്ന് കാണിച്ചാലും റെഡി ആയിരിക്കത്തില്ല, ഓട്ടോ റെഡി എന്നാണ് അവർ പറയുന്നത്. KFCയിൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളവിടെ ഇനി അവിടെ കയറി നോക്കാം. റീച്ച് നമുക്ക് കൊടുക്കാം. ഓർഡർ റെഡി ഫോർ പിക്കപ്പ് എന്ന് കാണിക്കുന്നത്, അത് കാര്യമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫുഡ് രണ്ടും റെഡി ആയിട്ടുണ്ട്. നമ്മളത് രണ്ടും പിക്കപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡെലിവറി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എമൗണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പം തെളിയുന്നതായിരിക്കും. ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ഈ ഇങ്ങനെ റൊട്ടേഷൻ കൂടുന്നത്. 32 റുപ്പീസാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് നമുക്ക് പോകാം. ആ ഒരു ലൊക്കേഷനകത്തൊരു കറക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അതിനകത്ത് കണിയാപുരം കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയാണ് കാണുമെന്ന് നോട്ട് ഇട്ടത്. പക്ഷേ ലൊക്കേഷൻ വെട്ട് വരെ ഉള്ളായിരുന്നു. ഞാൻ എന്തായാലും വിളിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഡെലിവേർഡ് ചെയ്തു. 28 റുപ്പീസാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ 208 രൂപ ആയിട്ടുണ്ട്. 6 ഓർഡേഴ്സാണ് ഇതുവരെയായിട്ടും ഡെലിവറി ചെയ്തിരിക്കുന്നത്. നമുക്കിനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി ഓർഡേഴ്സ് വല്ലതും വരുന്നുണ്ടോ എന്ന്. ഈ ഒരു എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. 32 രൂപയാണ്. 6 രൂപ റിട്ടേൺ ബോണസ് ഉണ്ട്. നമ്മൾ നിന്നിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. അജ്മൽ ഫാസ്റ്റ് ഫുഡ് ആൻഡ് കൂൾ ബാർ എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. നമ്മൾ റെസ്റ്റോറൻറ്റ് നമ്മുടെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിലോട്ട് ചെല്ലാം. ഈ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ഫുഡ് പിക്കപ്പ് ചെയ്യാനുള്ളത്. ഫുഡ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. 562 രൂപ നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഓർഡറും കൂടെ നമ്മൾ ഡെലിവേർഡ് ചെയ്തിരിക്കുകയാണ്. 32 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. റിട്ടേൺ ബോണസ് 6 രൂപയുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതോടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഡ്യൂട്ടി ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇൻസെൻറ്റീവും മറ്റു കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേയിലുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞ് 366 രൂപയാണ്. അതിനകത്ത് ഓർഡർ ഏണിങ്സ് എന്ന് പറഞ്ഞ് 212 രൂപ, ഇൻസെൻറ്റീവ് 95 രൂപ, കസ്റ്റമർ ടിപ്പ് 10 പിന്നെ കയ്യിൽ ഒരു 50 രൂപ ഇട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് 49 രൂപ. അങ്ങനെ മൊത്തം 366 രൂപ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.